സാർ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? എന്നെ കുറിച്ചാണോ? ഞാൻ സുശീലാന്റിയെ അടിച്ചതിനെ കുറിച്ചാണോ സാർ ചിന്തിക്കുന്നത്? ഞാൻ വെറുതെ അല്ല സാർ സുശീലാന്റിയെ തല്ലിയത്. ഞാൻ സുശീലാന്റിയെ തല്ലിയില്ലായിരുന്നെങ്കിൽ അവര് പിന്നെയും തടസ്സം നിന്ന് എന്നെ എതിർത്തേനെ. ഞാനങ്ങനെ സുശീലാന്റിയോട് വീണ്ടും വീണ്ടും സംസാരിച്ച് അവിടെ നിന്നിരുന്നെങ്കിൽ പിന്നെ ഈ വീട്ടിലെല്ലാവരും കാണേണ്ടി വരുന്നത് ഗാർഗിയുടെ ശവശരീരമായിരുന്നു എന്നെ. പാർവതി, നീ എന്താ ഇപ്പൊ പറഞ്ഞേ? അതെ സർ, ഗാർഗി എന്തെങ്കിലും കടുങ്കൈ ചെയ്തേക്കുമോ എന്നൊരു സംശയം തോന്നിയതുകൊണ്ടാ അവള് പോയതിന് പിന്നാലെ ഞാനും തിടുക്കപ്പെട്ട് ചെന്നത്. അപ്പോഴാ സുശീലാന്റി വിലങ്ങ് തടിയായി മുമ്പിൽ വന്ന് നിന്നത്. ഏതായാലും ഉദയനൂരമ്മ കാത്തുന്ന് പറഞ്ഞാ മതിയല്ലോ. കൃത്യസമയത്ത് ഞാൻ അവിടെ ചെന്നതുകൊണ്ടാ നമ്മുടെ ഗാർഗിയെ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ആ കയറിൻ തുമ്പിൽ ഗാർഗി ജീവിതം അവസാനിപ്പിച്ചേനെ. എന്നിട്ടിപ്പോ ഗാർഗി? അവക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനൊരു ജീവൻ മരണ പോരാട്ടം നടന്നു എനിക്ക് മാത്രല്ലേ അറിയൂ. ഇനി പറയണം സർ, ഞാൻ സുശീലാന്റി ആ നേരത്തെ തല്ലിയതിൽ തെറ്റുണ്ടോ? ഇല്ലടോ, വെറുതെ താൻ സുശീലാന്റിയെ തല്ലില്ലെന്ന് എനിക്കറിയാമായിരുന്നു. തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ തക്കതായൊരു കാരണം ഉണ്ടാവുമെന്നും ഞാൻ ചിന്തിച്ചു. ശരിയാ, ആ നേരത്ത് തന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും സുശീലാന്റിയെ തല്ലിപ്പോയനെ. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി സുശീലാന്റിക്ക് വിശദീകരണം കൊടുക്കാനൊന്നും ഞാനില്ല. എങ്കിൽ ഗാർഗി ആത്മഹത്യക്ക് ശ്രമിച്ച വിവരമൊക്കെ പറയേണ്ടി വരും. അത് തൽക്കാലം ആരും അറിയണ്ട. നമ്മൾ മാത്രമേ ഇത് അറിഞ്ഞിട്ടുള്ളൂ. ഗാർഗിയുടെ സങ്കടത്തിന് ഒരു പരിഹാരം കാണണം. അവൾ അനുഭവിക്കുന്ന വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ പാർവതി, അവളുടെ പ്രശ്നമേ ഇന്നുകൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒന്നല്ല. കുറച്ച് സമയമെടുക്കും. മെല്ലെ നമുക്കൊരു തീർപ്പുണ്ടാക്കാം. അതെ, നാളെ താൻ എന്റെ കൂടെ ഓഫീസിലേക്ക് വരണം. ഒരു കാര്യമുണ്ട്. എന്താ സർ? അതൊക്കെ പറയാൻ രാവിലെ നേരത്തെ ഇറങ്ങണം. അതുകൊണ്ട് താനിപ്പോ പോയി കിടന്നുറങ്ങ. ചെല്ലടോ, ചെല്ല. വിനയ്, എന്താ അമ്മേ? എടാ, ഞാൻ നിന്നോട് പറഞ്ഞതെന്താ, നീ പ്രവർത്തിച്ചതെന്താ? എനിക്കൊന്നും മനസ്സിലായില്ല. നിനക്ക് മനസ്സിലാവില്ല. ഈ വീട്ടിലെ എല്ലാ സാഹചര്യങ്ങളും പറഞ്ഞിട്ടല്ലേ ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത്? പറഞ്ഞിരുന്നു. എടാ, പാർവതിയുടെ പേരിലുള്ള സ്വത്തുക്കൾ നമുക്ക് കൈക്കലാക്കണം. അത് നമ്മുടെ പേരിലേക്ക് മാറ്റണം. അവൾക്ക് ഓഫീസിലുള്ള ചെയർപേഴ്സൺ സ്ഥാനം നമുക്ക് നഷ്ടപ്പെടുത്തണം. ഇതൊക്കെ സാധിച്ചെടുക്കാൻ വേണ്ടിയല്ലേ നിന്നോട് ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞത്? അതെ, ഇതൊക്കെ പറഞ്ഞിട്ട് തന്നെയാ അമ്മ എന്നെ കൂടി വിളിച്ചത്. എന്നിട്ട് നീ എന്താ ചെയ്തത്? അമ്മ പറഞ്ഞതിനനുസരിച്ച് ഞാൻ വന്നു. അതിന് നീ മാത്രമാണോ വന്നത്? അതമ്മ കണ്ടതല്ലേ, ഞാനും റിയയും കൂടി വന്നു. എടാ, നിന്നോട് വരാൻ പറഞ്ഞാ നീ വരണം, അല്ലാതെ നിന്റെ ഗേൾഫ്രണ്ടിനെയും കൊണ്ടല്ല വരേണ്ടിയിരുന്നത്. അവള് കൂടെ വന്നതിന് ഇപ്പൊ എന്താ പ്രശ്നം? പ്രശ്നമേ ഉള്ളൂ. അവളുടെ വരവ് വിശാൽ ഉൾപ്പെടെ ഇവിടെയുള്ള ആർക്കും ഇഷ്ടമായിട്ടില്ല. അതിന്റെ പേരിൽ വിശാലിന് നല്ല ദേഷ്യമുണ്ട്. ഗോപിയേട്ടനും മുറുമുറുക്കുന്നുണ്ട്. ഈ സാഹചര്യത്തില് പാർവതിക്കെതിരെയുള്ള നമ്മുടെ പ്ലാൻ എങ്ങനെ നടപ്പിലാക്കാൻ പറ്റുമിനെ? എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. നീ മാത്രം ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നു. എടാ, നീ എന്തിനാ റിയയും കൂട്ടിക്കൊണ്ട് വന്നത്?
അമ്മേ, എനിക്ക് എങ്ങനെ അവളെ വിട്ടിട്ട് പോകാൻ പറ്റും? എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയ അവൾ അറിയാം. അങ്ങനെയുള്ള അവളെ എനിക്ക് അവളെ ഉപേക്ഷിച്ച് പോരാൻ പറ്റുമോ? ഇല്ലല്ലോ. അമ്മയ്ക്ക് അവളെ അറിയില്ല. അതുകൊണ്ടാ അമ്മയ്ക്ക് ഇത്രയും ടെൻഷൻ. എന്റെ അമ്മേ, ഞാൻ വെറുതെ പറയുന്നല്ല. നമ്മളെക്കാളുവേ ജഗജാലം ഇല്ലാടിയാ അവള്. എന്ന് വെച്ചാ നമ്മളെക്കാൾ ബുദ്ധിയും തന്ത്രവും കൂടുതലുള്ളവൾ. നമ്മൾ മനസ്സിൽ കാണുന്ന നേരത്തെ അവളത് വർക്കൗട്ട് ചെയ്തിരിക്കും. അവള് നമുക്കൊരു അസറ്റാണമ്മേ. നമ്മുടെ പ്ലാനിങ്ങിൽ അവളെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചാൽ നന്നായിരിക്കും. അത് കൂടി മുന്നിൽ കണ്ടിട്ടാ ഞാൻ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. അവൾക്കെല്ലാം അറിയാം. വളരെ കാലമായി ഞാനും ഗാർഗയെ ഒരു ബന്ധവുമില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഗാർഗയ്ക്ക് ഇനി കുട്ടികളുണ്ടാവില്ലെന്നും ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വസിച്ചാണ് കക്ഷി എന്നോടൊപ്പം പോന്നിരിക്കുന്നത്. അവളെ കൊണ്ട് നമുക്ക് ഉപകാരമേ ഉണ്ടാവുള്ളൂ അമ്മേ. എടാ, അതൊക്കെ നിന്റെ വിശ്വാസം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചാ മതി. നമുക്ക് പാഴാക്കാൻ സമയമില്ല. ഇവിടുത്തെ സ്വത്തുക്കൾ എങ്ങനെയും എത്രയും പെട്ടെന്ന് നമുക്ക് സ്വന്തമാക്കാൻ പറ്റണം. അതിനെന്താണ് വഴിയെന്ന് ആലോചിക്കേ. വിശാലിന്റെ കയ്യിൽ നിന്ന് സ്വത്തുക്കൾ തട്ടിയെടുക്കുന്ന അത്ര ഈസിയുള്ള കാര്യമൊന്നുമല്ല. അതെനിക്കും അറിയാം. അത് പറയാനാണോ നീ വന്നത്? മുഴുവനും പറയട്ടെ. സ്വത്തുക്കൾ അവൻ പോലും അറിയാതെ അവൻ നമുക്ക് എഴുതി തരും. അതിനൊരു ഐഡിയ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്താ ഐഡിയ? അമ്മേ, ഞാൻ കുറച്ച് പേപ്പറുകൾ അമ്മയുടെ കയ്യിൽ തരും. അമ്മ അതില് വിശാലിന്റെ ഒപ്പിട്ട് വാങ്ങിക്കണം. അങ്ങനെ അവന്റെ ഒപ്പ് അതിൽ കിട്ടിക്കഴിഞ്ഞാ ആ കടലാസുകൾ അവൻ നമുക്ക് എഴുതി തരുന്ന പവർ ഓഫ് അറ്റോണി ആക്കി മാറ്റും. എന്നിട്ട് ആ പവർ ഓഫ് അറ്റോണി വെച്ച് നമുക്ക് ആവശ്യമുള്ളതൊക്കെ നേടിയെടുക്കാം. എടാ എടാ അത് കൂടുതലൊന്നും അമ്മ ആലോചിക്കണ്ട. അമ്മ പേപ്പറും കൊണ്ടുപോയി സൈൻ ചോദിച്ചാൽ അവൻ ഒപ്പിട്ട് തരും. അത്രയ്ക്ക് വിശ്വാസല്ലേ അവൻ അമ്മയോടുള്ളത്. ആ വിശ്വാസത്തെ മുതലെടുക്കാൻ അമ്മയ്ക്ക് സാധിക്കില്ലേ? അത് ശരിയാണ്. വിശാലിന് എന്നെ വലിയ വിശ്വാസം തന്നെയാണ്. അതുപയോഗിച്ച് എന്ത് വേണമെങ്കിലും എനിക്ക് അവനിൽ നിന്ന് നേടിയെടുക്കാനും ആവും. അപ്പോ സംഗതി ഓക്കെ അല്ലേ? വിശാൽ ഒപ്പിട്ട് തരില്ലേ? തരും. തീർച്ചയായിട്ടും ആ പേപ്പേഴ്സിൽ അവൻ ഒപ്പിട്ട് തരും. എങ്കിൽ നമ്മൾ വിജയിച്ചു. പാർവതി, എത്ര ധൈര്യം ഉണ്ടായിട്ടാ നീ എന്നെ അടിച്ചത്. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ആന്റി, എന്താടി നിനക്കെന്താ വേണ്ടത്? ആന്റി, ആന്റിയെ പാർവതി തല്ലിയത് ഞാൻ അറിഞ്ഞതാ. ഓഹോ, അറിഞ്ഞോ? അറിഞ്ഞപ്പോ സന്തോഷായില്ലേ നിനക്ക്? ആന്റി എന്താ ഈ പറയുന്നേ? ആന്റിക്ക് തല്ല് കിട്ടുന്നത് എനിക്കെങ്ങനെയാ സന്തോഷാവുന്നേ? എനിക്ക് അതില് വിഷമേ ഉള്ളൂ. വിഷമം? എന്ത് വിഷമം? നിനക്ക് വേണ്ടിയോ അവളെന്നെ അടിച്ചത്? എന്നിട്ട് വിഷമം അറിയിക്കാൻ വന്നിരിക്കുന്നു. ആന്റി, നീ ഒന്നും പറയണ്ട. ദേ, എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാതെ ഒന്ന് പോ നോക്ക്. നീ എന്റെ മുമ്പിൽ ഇങ്ങനെ നിന്ന അവളോടുള്ള ദേഷ്യം ഞാൻ നിന്നോടായിരിക്കും തീർക്കുന്നത്. സാരമില്ല മോളെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാര്യം അറിയാതെ പാർവതി തടഞ്ഞതുകൊണ്ടല്ലേ അവൾ എന്നെ അടിച്ചത്. അത് സ്വാഭാവികം. എനിക്കതില് യാതൊരു പരാതിയില്ല, ഒരു സങ്കടവും ഇല്ല.
മോൾക്ക് സമാധാനായില്ലേ? ആ, ഉം. ഇനി മോള് പോയിക്കോ. ഉം? പാർവതി, എനിക്ക് ഒരു പരാതിയില്ല കേട്ടോ. എന്നാ പിന്നെ മോള് ചെല്ലേ. ഗാർഗി വാ. ആ അതില് നിങ്ങൾ ടെൻഷൻ ആവണ്ട. അതിന് വേണ്ട എല്ലാ ഏർപ്പാടുകളും ഞാൻ ഇവിടെ ചെയ്തോളാം. ഇല്ല, ഒരു താമസവും വരില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് എല്ലാം റെഡിയാക്കാവുന്നേ. എന്നാ നിങ്ങളുടെ ജോലി നടക്കട്ടെ. ആ ദേ, അവിടുത്തെ പണികള് ഒരു കാരണവശാലും നിർത്തിവെക്കരുത്. എന്താ അമ്മേ, എന്തു പറ്റി? അമ്മ ആരോടാ സംസാരിച്ചേ? ഏത് പണിയുടെ കാര്യമാ പറയുന്നത്? എടാ, നമ്മള് ലക്ഷ്മീപുരത്ത് ഗായത്രിയുടെ പേരിൽ നിർമ്മിക്കുന്ന ആശ്രമമില്ലേ, അതിന്റെ പണികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിനെന്തു പറ്റി? എന്തിനാ പണി നിർത്തിവെക്കണ്ടെന്ന് പറഞ്ഞത്? അത് മോനെ, ആ ആശ്രമത്തിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള ഫണ്ട് റിലീസിംഗില് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അത് കാരണം അവിടുത്തെ ജോലികൾ തടസ്സപ്പെട്ടിരിക്കുക. എല്ലാം ഇപ്പൊ പാതി വഴിയിലായി. എന്നിട്ട് എടാ, നീ ടെൻഷൻ ആവണ്ട. ഫണ്ട് റിലീസ് ചെയ്യാൻ വേണ്ട പേപ്പേഴ്സ് ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ദേ, നീ ഇതിലെ ഇവിടെ ഒന്ന് ഒപ്പിട്ട് തന്നാ മാത്രം മതി. പ്രശ്നങ്ങളെല്ലാം തീരും. പണം പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്ത് നമുക്ക് പണികൾ തീർക്കാം. എന്നാ അമ്മ ആ അപേക്ഷിക്കുന്നേ, ഞാൻ സൈൻ ചെയ്ത് തരാം. ശരി. അമ്മയുടെ പേരിലുള്ള ആശ്രമത്തിന്റെ പണികൾ ഒരു കാരണവശാലും തടസ്സപ്പെടാൻ പാടില്ല. അതെനിക്ക് അറിയാം മോനെ. അതുകൊണ്ടല്ലേ നിന്നോട് പോലും ചോദിക്കാതെ ഞാൻ തന്നെ ഈ പേപ്പേഴ്സ് ഒക്കെ റെഡിയാക്കിയത്. മോനെ, ഇതാ ഇവിടെ. ആ. നീ ഇതിൽ ഒപ്പിട്ട് കിട്ടിയതിന് ശേഷം വേണം എനിക്ക് പാർവതിയെ എൻ്റെ കയ്യിലിട്ട് വട്ടം ചുറ്റിക്കാൻ. ഏതായാലും നിനക്ക് എന്നോടുള്ള വിശ്വാസം നന്നായി. അതുകൊണ്ടാണല്ലോ നീ ഇത് വായിച്ചു പോലും നോക്കാതെ ഒപ്പിടാൻ പോകുന്നത്. ഒപ്പിട്, എൻ്റെ മോൻ വേഗം ഒപ്പിട്. ഇവിടെ എന്താ നടക്കുന്നത്? എന്തോ പന്തേഴുണ്ടല്ലോ. നാശം, ഇവൾക്ക് വരാൻ കണ്ട ഒരു സമയം. പാർവതി, നീ എന്താ ഈ കാണിച്ചത്? പാർവതി ഒന്നും ചെയ്തതല്ലോ, അറിയാതെ എന്റെ കൈതെറ്റി വീണല്ലേ. അമ്മ ഒന്ന് ക്ഷമിക്ക്. എടാ, അത് അമ്മ പരിഭവിക്കണ്ട. ആശ്രമത്തിന്റെ പണികൾ മുടങ്ങാതിരിക്കാനുള്ള നടപടികൾ ഞാൻ ചെയ്തോളാം. ഫണ്ട് റിലീസ് ചെയ്താ പോരെ. അതിനുള്ള പുതിയ ഡോക്യുമെന്റ്സ് നമ്മുടെ വക്കീലിനെ വിളിച്ചു പറഞ്ഞ് ഞാൻ തയ്യാറായിക്കോളാം. അമ്മ സമാധാനമായിട്ട് ചെല്ലണം. കോഫി ഇതുവരെ വെച്ചില്ലേ? ബെഡ് കോഫി കിട്ടാതെ എങ്ങനെ ബെഡിൽ നിന്ന് പൊങ്ങുന്നേ? കോഫി കോഫി
കോഫി കോഫി കിടന്ന് കീറുന്നുണ്ടല്ലേ. ഇവളൊരു ഭൂലോകറാണിയോ? എനിക്കങ്ങ് ചുറഞ്ഞു കയറി വരുമോ? പല തരം പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്. ഇതൊരു അപൂർവജാതി പെണ്ണ് തന്നെ. എന്തൊരു ജാടയും അഹങ്കാരം ഇവക്ക്. ഇതിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. അമ്മേ, ആ ഡോക്യുമെന്റ്സ് ഒക്കെ ഒപ്പിട്ട് കിട്ടിയോ? ദേ കിടക്കുന്നു ആ ഡോക്യുമെന്റ്സ്. അല്ല, ഇതെന്തു പറ്റി? ഇതെല്ലാം ആകെ നനഞ്ഞ് നശല്ലോ. എടാ, ഞാൻ കയ്യൊപ്പ് വാങ്ങാൻ പോയ നേരത്ത് ആ പാർവതി കൃത്യമായിട്ട് ഒരു കപ്പ് കോഫിയായിട്ട് അവിടെ കയറി വന്നു. എന്നിട്ട് അത് മുഴുവൻ തട്ടിമറിഞ്ഞ് ഇതിന്റെ പുറത്തായി. അടിച്ചവിടെ കാരണം പോയിക്കാൻ പാടില്ലായിരുന്നോ? എടാ, അന്നേരമല്ലേ വിശാൽ എന്നെ തടഞ്ഞത്. ഹാ അതുള്ള പാർവതി ആരാണെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നേ? കാഴ്ചയിൽ മാത്രമേ അവള് പഞ്ചപാവായിട്ടുള്ളൂ. യഥാർത്ഥത്തിലേ അവൾ ഇത്ര പാവൊന്നുമല്ല. നല്ല കൈക്കരുത്തുള്ളവളാ. അവളുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിയ എനിക്കത് അറിയൂ. അതുകൊണ്ട് പ്രഭേച്ചിനെ അവളെ തല്ലാൻ ചെല്ലുന്നത് സൂക്ഷിച്ചു വേണം. ചിലപ്പോ തല്ല് ചേച്ചിക്കും കിട്ടും. അല്ല, ഇതിനോടകം വല്ല തല്ലും കിട്ടിയോ? ആർക്ക്? എനിക്കോ? ആ എന്നാ സൂക്ഷിച്ചോ. ഇപ്പൊ എല്ലാം ആകെ മാറി മറിഞ്ഞില്ലേ. നമുക്കൊന്നും ഇവിടെ ഇപ്പൊ ഒരു വിലയില്ല. ഇപ്പൊ ഈ വീടിന്റെ എല്ലാ അധികാരവും അവളുടെ കയ്യിലാ. ഓഫീസിലും അവളുടെ ആജ്ഞാനുസരണം ആ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് അവളെ എതിർത്തുകൊണ്ട് നമുക്കിവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആ ധൈര്യം അവൾക്കുണ്ട്. അതറിഞ്ഞിട്ടാ അവളിപ്പോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അതുകൊണ്ട് വിനയ്, നീയും അവളൊന്ന് സൂക്ഷിച്ചോ. ആന്റി, അങ്ങനെ അവളെ പേടിക്കുന്നൊന്നുമല്ല ഈ വിനയ്. ഈ വിനയ് ആരാണെന്ന് അവൾക്ക് ശരിക്കും അറിയില്ല. അവൾക്കുള്ള തിരിച്ചടി ഞാൻ കൊടുത്തോളാം. അവളുടെ അഹങ്കാരം ഇതോടെ ഞാൻ തീർക്കും. അല്ല, ഇവൻ എന്താണ് ഇങ്ങനെ പോകുന്നത്? ആ, എനിക്കൊന്നും അറിയില്ല എന്റെ സുശീലേ. ഞാനൊരു കോഫി ചോദിച്ചിട്ട് എത്ര നേരമായി? ആരും ഇല്ലേ ഇവിടെ? എനിക്കൊരു കോഫി വേണമെന്ന്. തലവേദന എടുത്തിട്ട് വയ്യ. ആരെങ്കിലും ഒരു കോഫി കൊണ്ട് തരുമോ? അയ്യോ, ബഹളം കൂട്ടണ്ട. ഞാൻ റിയയ്ക്ക് വേണ്ടി കോഫി എടുക്കുമായിരുന്നു. ഇത്തിരി
ഇത്തിരി ഒന്ന് വൈകിപ്പോയി. സോറി. ഇനി മേലാൽ കോഫി ചോദിച്ചോണ്ട് എന്നെ ഇവിടേക്ക് വരുത്തരുത്. ദേ, ഞാൻ കണ്ണ് തുറക്കുമ്പോഴേക്കും ചൂട് കോഫി എന്റെ ബെഡിനരികിൽ ഉണ്ടാവണം. നാളെ മുതൽ അത് നിന്റെ ഡ്യൂട്ടിയാ. ഓ, അങ്ങനെ ചെയ്തോളാം. നീ ആദ്യം കോഫി കുടിക്കടി, ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം.